ഹലോ, നമസ്കാരം. ഈ പെർട്ടിക്കുലർ വിഷയത്തിന് എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ സെർച്ച് വാല്യൂ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. എത്ര ആളുകൾ കാണും, എത്ര ആളുകളിലേക്ക് എത്തും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പിടുത്തമില്ല. ഞാൻ എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട് മാത്രമല്ല പറയുന്നത്. എൻ്റെ വീഡിയോ വിടും. ഈ പെർട്ടിക്കുലർ വിഷയത്തെ കുറിച്ചിട്ട് പരമാവധി എല്ലാ ആളുകളും സംസാരിക്കണം. അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യണം, റിയാക്ട് ചെയ്യണം. മെയിൻ സ്ട്രീം ചാനൽസ് ആണെങ്കിലും യൂട്യൂബിൻ്റെ അകത്തുള്ള അല്ലാത്ത ചാനൽസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഇത് പരമാവധി സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണിത്. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെഹീർ അഹമ്മദ്, 15 വയസ്സ് മാത്രമാണ് ആ പയ്യൻ്റെ പ്രായം. ആ പയ്യൻ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ കാരണമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് റാഗിങ് ആണെന്നുള്ളതാണ്. റാഗിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനെ അത്രയും ബ്രൂട്ടലായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താണ് ടോയ്ലറ്റിൽ നക്കിക്കുക? വാട്ട് കൈൻഡ് ഓഫ് റാഗിങ് ഈസ് ദാറ്റ്? ടോയ്ലറ്റിൽ നക്കിക്കുക, മറ്റേ തല കക്കൂസിലെങ്ങാണ്ടോ മുക്കിയിട്ട് ഫ്ലഷ് അടിക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. 15 വയസ്സുള്ള പയ്യനോട് കാണിച്ചിരിക്കുന്ന പരിപാടിയാണ്. നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നേ. ഇതിപ്പോൾ ഈ പെർട്ടിക്കുലർ വിഷയം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ കാണണ്ട. ഈ റാഗിങ് എന്നുള്ളതിൻ്റെ പേരിൽ ഇവിടെ പല സ്കൂളുകളിലും കോളേജുകളിലും, സ്കൂൾ ബസ്സുകളിലും കോളേജ് ബസ്സുകളിലും ഒക്കെ ഈ പണി പലരും കാണിക്കുന്നുണ്ട്. ബ്രൂട്ടലായിട്ടുള്ള രീതിയിലുള്ള പണി കാണിക്കുന്നുണ്ട്. പല പിള്ളേരും ചിലപ്പോൾ ഭീഷണിയൊക്കെ വഴങ്ങിയിട്ട് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും. മിണ്ടാതെ കുറേ ആൾക്കാർക്ക് മേ ബി ഇത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ പറയുമ്പോൾ പോലും പല ആൾക്കാർക്ക് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഇത് ചർച്ച ആവണം. കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ. ഇത് ചർച്ച ആവേണ്ട വിഷയമാണത്. ഇത് അത്ര റെലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. ഇതിനി ഒരു സ്കൂളുകളിലും കോളേജുകളിലും ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇത് കർശനമായിട്ടുള്ള നടപടി കൃത്യമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടാവണം. ഇത് തടയാൻ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തടയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള പണി കാണിച്ചിട്ടുള്ള ആളുകളെ തെളിവ് സഹിതമുണ്ടെങ്കിൽ അവരെ കൈ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേരെ കൃത്യമായ നടപടികളും പരിപാടികളൊക്കെ ആക്ച്വലി എടുക്കണം. പാട്ട് പാടാനും ഡാൻസ് കളിപ്പിക്കാനും ഒന്നല്ല ഇവിടെ നിന്നിരിക്കുന്നത്. ഇപ്പം ഞാനും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നെ റാഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സീനിയേഴ്സൊക്കെ. പാട്ട് പാടാൻ പറയും, പാട്ട് പാടും. ചില കളികളും തമാശകളൊക്കെ പറയുക, അങ്ങ് ചെയ്യും. പിന്നെ ചില പിള്ളേരെ കൊണ്ടൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ ഓരോന്ന് പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന ചെറിയ പരിപാടിയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞാലും പല പിള്ളേർക്ക് മടിയായിരിക്കും, പ്രയാസം ഉണ്ടാവും. മാനസികമായിട്ടൊക്കെ ചെയ്യാനൊക്കെ ഒരു പ്രയാസമൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. പക്ഷെ 1-2 തവണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിടും. അല്ലാണ്ട് അതിൻ്റെ പേരിൽ നമ്മുടെ കോളേജിലൊന്നും അങ്ങനെ തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനൊന്നും അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. പിന്നെ മറ്റേ ഈ തല്ലാനും കൊല്ലാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ കക്കൂസിൽ മുക്കാനും നക്കിക്കാനും ഒക്കെ ഉള്ള പ്രവണത കാണിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടല്ലോ, അത് തമാശയല്ല. അത് ക്രിമിനൽ ക്രൈമാണത്. പക്ക ക്രൈമാണത്. അതിന് ആത്മഹത്യ ചെയ്തില്ലേ? ആത്മഹത്യ പ്രേരണയത്. ഇവന്മാർക്കൊക്കെ ആരാ ആക്ച്വലി ലൈസൻസ് കൊടുക്കുന്നത്? റാഗിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ ആരാണ്? പറഞ്ഞു വരുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ സോറി, ദേഷ്യം വരും. പറഞ്ഞു വരുന്ന സമയത്ത് തന്നെ ദേഷ്യം വരും. ഇവന്മാർ ആരാന്ന വിചാരം? റാഗ് ചെയ്യുന്ന ആൾക്കാരുടെ വിചാരം ഇവന്മാർ എന്താണെന്ന വിചാരം? ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? എന്ത് സുഖമാണ് ആക്ച്വലി കിട്ടുന്നത്? സുഖം കിട്ടും. ചിലർക്ക് സുഖം കിട്ടുന്നുണ്ട്. കാര്യം വേറൊരാൾ വേദനിക്കുമ്പോൾ, ശാരീരികമായിട്ട് വേദനിക്കുമ്പോൾ, റാഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് അവൻ ഉരുകുന്ന സമയത്ത് അത് കണ്ട് ആനന്ദിക്കും. ശാരീരികമായിട്ട് വേദനിക്കും, മാനസികമായിട്ട് വേദനിക്കുമ്പോൾ, നിന്ന് പ്രയാസപ്പെടുന്ന സമയത്ത് അതൊക്കെ കണ്ടിട്ട് ആനന്ദമായിരിക്കും ഈ പറയുന്ന റാഗ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ മെൻറ്റാലിറ്റിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തൊരു ടോക്സിസിറ്റിയാണത്. എവിടുന്ന് അതൊക്കെ കിട്ടുന്നത്, അല്ലേ? ചിലരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റാഗിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ വലിയ സ്റ്റാറായി, ഞാൻ സൂപ്പറായി, ഞാൻ മാസായി, പവറായി, കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ സംഭവമായി, ഡൗണായി, എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുമൊന്നുമില്ല, ഞാൻ പവറാ, പൈസയുടെ പവർ, ഇൻഫ്ലുവൻസ്, ഷിറ്റ്സ്.
ഇത്തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ ഒക്കെ പുറത്താണോ ഈ വക പണിയൊക്കെ ഈ പണ്ണന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ മെൻറ്റാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഈ ഈ ഇത്രയും ബ്രൂട്ടലായിട്ട് റാഗ് ചെയ്യുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ, അത് വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ട് വരും. അയ്യോ, എന്ത് മെൻറ്റാലിറ്റിയാണ് എന്ത് മെൻറ്റാലിറ്റിയാണ് ഇവിടെ. ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ, ഇത് യൂട്യൂബ് തുറക്കാൻ നിർത്തിയില്ലാത്ത അവസ്ഥയാണ്. കാര്യം എല്ലാ ദിവസവും പലതരത്തിലുള്ള ക്രൈം വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊലയും ആത്മഹത്യ പ്രേരണകളും പീഡനവും. കേട്ട് മുരടിച്ചു ചെവിയൊക്കെ. അതുകൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം അതൊക്കെ വെറുതെ ഞാൻ എന്താ പറയുക കാര്യമായിട്ട് ഇരുത്തി അങ്ങ് സംസാരിക്കാത്തത്. ഇത് സംസാരം നടക്കുന്നത് ഇവിടെ. ഞാനിവിടെ പ്രശ്നം തുടക്കം തന്നെ ഇത് പ്രശ്നം അഡ്രസ്സ് ചെയ്തിട്ട് ഈ വിഷയം ചർച്ചയാവണം എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചർച്ചയിൽ മാത്രം ഒതുങ്ങരുത്. ഇതിന് വേണ്ട നീക്കുപോക്കുകളും നടപടികളും ഇത് തടയാനുള്ള സാഹചര്യങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ബസ്സുകളിലൊക്കെ ഉണ്ടാവണമെന്നേ. ഇപ്പോൾ ബസ്സിലൊക്കെ റാഗിങ് എന്ന് പറയുന്ന സമയത്ത് ബസ്സിലൊക്കെ ക്യാമറ ഉണ്ടാവണം. ഉണ്ടാവാത്ത സ്കൂളുകളും കോളേജുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടാവണം. ചെറുതായിട്ട് ഒരു ഹിൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും, അത് ചെറിയ തരത്തിലുള്ള റാഗിങ് ആണെന്നുണ്ടെങ്കിൽ പോലും ഹിൻഡ് കിട്ടണം. ക്യാമറ പെട്ട് കഴിഞ്ഞാൽ നടപടി എടുക്കാൻ വേണ്ടി പറ്റണം. ആരാ മേടിക്കുന്നേ? പാരൻസിൻ്റെ മണി. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാവം പിടിച്ച പിള്ളേരുണ്ട്, ചിരിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്ത, ഇത് മോശമായിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അവരെന്താ ചെയ്യേണ്ടത്? പോയി ചാവണം എന്നാണോ പറയണേ? അല്ലെങ്കിൽ അവർക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണോ പറയുന്നതിനോ? അത് നോക്കണം. അത് മാനേജ്മെൻറ്റിൻ്റെ കടമയാണ്. ക്യാമറ ഉണ്ടാവണം. ഞാൻ ഈ പെർട്ടിക്കുലർ വിഷയം അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ക്യാമ്പസിനെ കുറിച്ച് എന്താണ് ഫുള്ള് കിട്ടുന്നില്ല. അങ്ങനെ എന്തോ അവിടെ എങ്ങാണ്ടാ പഠിക്കണ കുട്ടിയാണത്. പെട്ടെന്ന് ഗ്ലോബൽ സംതിങ് അങ്ങനെ എന്തോ സ്കൂളിൻ്റെ പേര്. ആ സ്കൂളിൻ്റെ കാര്യം മാത്രമല്ല പറയണേ, ഇവിടെ എല്ലാ സ്കൂളുകളിലും ക്യാമറ വേണം, ആക്റ്റീവായിരിക്കണം. ആ ക്യാമറ നിരീക്ഷിക്കാൻ ആളുകൾ വേണം. അതേപോലെ തന്നെ ബസ്സുകളിൽ, കോളേജ് ആയിക്കോട്ടെ സ്കൂൾ ബസ് ആയിക്കോട്ടെ, എല്ലായിടത്തും പറഞ്ഞ ക്യാമറ എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ എന്ത് വയ്ക്കാനാ? ഇത് ഉണ്ടായാൽ മാത്രം പോരാ. ഉണ്ടെങ്കിൽ തന്നെ അത് നിരീക്ഷിക്കാനും അത് അത്രയും സീരിയസ് ആയിട്ട് എന്താണ് പറയുക നോക്കി കണ്ട് നടപടികൾ എടുക്കാനുള്ള സാഹചര്യം വേണം. ഇത് ഞാൻ പറയുന്ന സമയത്ത് എത്രത്തോളം പ്രാക്ടിക്കലാണ് അതൊന്നും എനിക്ക് അറിയില്ല, ഇടമുണ്ടോ. പക്ഷെ ഇതാണ് അവസ്ഥ. ക്യാമറ വെക്കാൻ അത് നോക്കാനൊരാളെ ഇരുത്തേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. എന്താണ് നാട്ടിലും ക്രൈം നടക്കുന്നു, സ്കൂളുകളിലും നടക്കണു, കോളേജിലും നടക്കണു, ബസ്സിലും നടക്കണു, എല്ലായിടത്തും നടക്കണു. ഇത് എന്താണ്? ഒരു പരിധി വരെയെങ്കിലും ഇത് എന്താ പറയുക റെസ്ട്രിക്റ്റ് ചെയ്യാനും കുറേ ഇതിന് വേണ്ട റെമഡീസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണ്ടേ. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇപ്പോഴത്തെ സാഹചര്യം ഓരോന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ പറയുകയാണത്. ഇതിപ്പോൾ ജസ്റ്റിസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ ഇത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് സ്റ്റോറി ഇടുന്നുണ്ട്. പരമാവധി എല്ലാവരെയും കൊണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലും മറ്റേ മെയിൻ സ്ട്രീം ഒന്നും അല്ലാത്ത ആൾക്കാരെ കൊണ്ട് പറ്റുന്ന പണി എന്താണോ അത് അവർ പരമാവധി സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷേ ഇതിലൂടെ മാത്രം ഒതുങ്ങാതെ, ഇത് വലിയ ചർച്ചയിലും മാത്രം ഒതുങ്ങാതെ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് അതിന് വേണ്ട നടപടികളും സ്കൂളും കോളേജ് മാനേജ്മെൻറ്റ് എവരിത്തിങ് അവർ ഈ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നേ പറ്റൂ. ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് ഭയങ്കര വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആക്ച്വലി. ആ മദറിൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആ പയ്യനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മരിച്ച പയ്യനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്ത് തേങ്ങയാണെങ്കിലും അവനോട് ഈ പണി കാണിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഈ ടോയ്ലറ്റ് നക്കിക്കുക, മറ്റേ തല ഉള്ളിലേക്കിട്ട് ഫ്ലഷ് അടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമൊന്നുമല്ല. അതൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്രൈമല്ലേ അത്? പാട്ട് പാടിക്കാനോ ഡാൻസ് കളിപ്പിക്കാനൊന്നും അല്ല നിന്നിരിക്കണത്. ക്രൈം എന്നുള്ളതിൻ്റെ പേരിൽ ആക്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അക്രമം. ഇതൊക്കെ പഠിക്കുന്ന പിള്ളേർ ചെയ്യുന്ന കാര്യമാണോ?
ചെയ്യുന്ന കാര്യമാണെന്നല്ല, ഇപ്പം ചെയ്യുന്നുണ്ട്. കുറേ ഇപ്പോൾ പിള്ളേർ പഠിക്കുന്ന പിള്ളേർ, സ്കൂളിൽ പോകുന്ന പിള്ളേർ, കോളേജിൽ പോകുന്ന പിള്ളേർ എന്നൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ എന്തോ വലിയ സംഭവമാണ്, സൂപ്പറാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. അപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതല്ല, ഇതിനപ്പുറവും പിള്ളേർ കാണിക്കും. എന്ത് ചെയ്യാൻ പറ്റും? അത് മുൻകൂട്ടി കണ്ട് അത് എനിക്ക് അറിയില്ലടോ, ഇതെങ്ങനെ പാരൻസിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. കാര്യം പാരൻസിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ജന്മങ്ങളാണ് ഇപ്പോൾ പലരും. അല്ലാന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ കണ്ടില്ല, ലഹരിക്ക് അടിമയായ മകൻ വയ്യാതെ കിടക്കുന്ന അമ്മേനെ വെട്ടിക്കൊന്നു. ചോദിച്ചപ്പോൾ പറയുക, എന്താ പറയുക, ജന്മം നൽകിയതിനുള്ള ശിക്ഷ എത്ര. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാരൻസിനെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുമോ ചോദിച്ചാൽ കഴിഞ്ഞാൽ അത് ജഡ്ജ് ചെയ്യാൻ ഞാനാണല്ല. കാരണം ഇപ്പോഴത്തെ പല പിള്ളേരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസ് ഉപദേശിക്കാൻ വേണ്ടി പോയാലോ അല്ലെങ്കിൽ പാരൻസ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാലോ പാരൻസിൻ്റെ നേരെയും കയ്യോങ്ങുന്ന ആൾക്കാരായിരിക്കും. എനിക്കറിയില്ല, അത് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് പോക്ക്. ഇപ്പം അമ്മ എന്നില്ല, അച്ഛൻ എന്നില്ല, പ്രിൻസിപ്പളൊന്നുമില്ല, ടീച്ചേഴ്സൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാം കണക്കായി വരുന്നു. ടീച്ചേഴ്സും കണക്കായി വരുന്നു, പ്രിൻസിപ്പളും കണക്കായി വരുന്നു, പഠിപ്പിക്കുന്ന പിള്ളേരും കണക്കായി വരുന്നു, പാരൻസും കണക്കായി വരുന്നു, കുട്ടികളെല്ലാവരും കണക്കായി വരുന്ന അവസ്ഥയിലൂടെയാണ് പോണത്. പിന്നെ സിനിമ, ഞാനൊരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞോട്ടെ. ശരിയാണ്, ഇവിടെ വയലൻസ് സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും ക്രൈം സിനിമകൾ ഇറങ്ങുന്നുണ്ട്, വയലൻസ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതെല്ലാം കാണുന്നുമുണ്ട് പിള്ളേർ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? അപ്പോൾ മലയാളത്തിൽ നിർത്തിയെന്ന് വെച്ചോ, വയലൻസ് സിനിമകൾ നിർത്തിയെന്ന് വെച്ചോ, പോട്ടെ, തമിഴിലും നിർത്തിയെന്ന് വെച്ചോ, ഹോളിവുഡിലും പല ലാംഗ്വേജസിലും നമുക്ക് നിർത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെയൊക്കെ എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് സിനിമകളും കാര്യങ്ങളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ കാണുന്നുമുണ്ട്, പിള്ളേർ. അപ്പോൾ സിനിമയുടെ ഇൻഫ്ലുവൻസ് പിള്ളേർക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് സിനിമകൾ എല്ലാ ഭാഷയിലുള്ളത് നിരോധിക്കാൻ വേണ്ടി പറ്റണമെന്നൊന്നുമല്ല. പിന്നെ ഈ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു ബേസിക് വിവരം മനുഷ്യന്മാർക്ക് ഉണ്ടാവണം. ബേസിക് വിവരം മനുഷ്യന്മാർക്ക് ഉണ്ടാവണം. ഒരു സിനിമ കണ്ടിട്ട് ഒരു സംഭവം ഇൻഫ്ലുവൻസ് ആവുകയാണെന്ന് വെച്ചാൽ, ഒരു ക്രൈം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ബ്രുട്ടാലിറ്റി കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് അനുകരിക്കുന്ന പിള്ളേർ നോർമൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടി നടക്കുന്ന മണ്ടശിരോമണികൾ പൊട്ടന്മാർ, അവർക്ക് സിനിമ നിരോധിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു വാസന ഉണ്ട്. എന്ത് വാസന? ക്രിമിനൽ വാസന ഉണ്ടെന്നല്ല പറയുന്നത്. എന്തെങ്കിലും ചെറുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവാനും അനുകരിക്കാനും ഉള്ള വാസന ഈ സിനിമയും കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരുടെ മനസ്സിനകത്ത് ഉണ്ടെന്ന്. അവർക്ക് സിനിമ തന്നെ വേണമെന്നില്ല. അവർക്ക് ആരോടെങ്കിലും ശത്രുത തോന്നിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അതിൽ ഇതല്ലെങ്കിൽ വേറെ വഴി കാണും. ശരിയാണ്, സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ? ഇതുണ്ട്. പക്ഷെ ഇവിടെ ഏതൊക്കെ ഭാഷ നിരോധിക്കാൻ പറ്റും? പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ എന്തൊക്കെ നിരോധിക്കാൻ വേണ്ടി പറ്റും? ഹോൾ വേൾഡിലുള്ള സിനിമകൾ നിരോധിക്കാൻ വേണ്ടി പറ്റും. എത്ര ഞാൻ പറയുന്നുള്ളൂ. അതിവിടെ ഒരു കാരണമായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോഴത്തെ പിള്ളേർ എല്ലാ സിനിമയും കാണും, എല്ലാ ഭാഷത്തെ സിനിമകളും കാണുന്നുണ്ട്. ഞാനും കാണാറുണ്ട് കേട്ടോ. എല്ലാം എന്താണ് ഭയങ്കര ക്രൈം, എക്സ്ട്രീം വയലൻസ് സിനിമകൾ കാണുന്ന മനുഷ്യനാണ് ഞാൻ. എക്സ്ട്രീം വയലൻസ് സിനിമകൾ ഞാൻ കാണും, എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി ഉള്ള സിനിമകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ അതൊരു സിനിമ എന്നുള്ള രീതിയിലും അതിൽ ചെയ്യുന്നതൊക്കെ കഥാപാത്രങ്ങളാണ് എന്നുള്ള രീതിയിലും അത് ബ്ലഡും കാര്യങ്ങളൊക്കെ അവർ ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നുള്ള അറിവ് എനിക്കുണ്ട്. ഞാനെന്ന പ്രേക്ഷകന് എനിക്കുണ്ട്. ആ സിനിമ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞു, പിന്നെ എൻ്റെ ജീവിതമായിട്ട് ഞാനങ്ങ് പോവും. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ബോധമുള്ളവർ തന്നെ ഞാൻ പറയും. ബോധമുള്ള ആൾക്കാർ സിനിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനവരുടെ ജീവിതം നോക്കിയിട്ട് അങ്ങ് പോവും. അല്ലാതെ ഇതും കണ്ടിട്ട് ആൾക്കാരുടെ തലറക്കാനും തല്ലാനും കൊല്ലാനും ഇറങ്ങുകയല്ല ചെയ്യുന്നത്. അതാ പറഞ്ഞ ബേസിക് വിവരം അറ്റ്ലീസ്റ്റ് വേണമെന്ന്. പക്ഷെ പലരും ഈ ബ്രൂട്ടാലിറ്റിയും പരിപാടിയൊക്കെ കണ്ടിട്ട് ഭ്രാന്തായിട്ട്, അതായത് തുമ്മയെ തെറിക്കണ മൂക്കും കൊണ്ടായിരിക്കും പലരും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും കണ്ട ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള എക്സ്ട്രീം സിനിമയുടെ പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് കയറി അങ്ങ് അടിക്കണു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ പിള്ളേരുടെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലാണെങ്കിൽ പോലും, അത് ഏത് പ്രായത്തിൽ നിന്നും ആയിക്കോട്ടെ, ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള പ്രവർത്തികൾ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ
ഒക്കെ തോന്നുന്നു എന്ന് കാണുമ്പോൾ തന്നെ ലോക്ക് ചെയ്തേക്കണം. അവിടെ മകനാണ് മകളാണ് എന്താ പറയുക എൻ്റെ പൊന്നും കട്ടയാണെന്നും പറഞ്ഞിട്ടുള്ള തൊലിഞ്ഞ സെൻറ്റിമെൻറ്റ്സ് വെച്ചുകൊണ്ട് പാരൻസ് നിൽക്കാൻ വേണ്ടി പാടില്ല. പാരൻസ് അപ്പം തന്നെ സ്വന്തം മകനാണെന്നുണ്ടെങ്കിൽ പോലും നെഗറ്റീവ് പരിപാടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും മോശം പരിപാടികൾ പ്രവണത കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് നടപടി എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അത്രേ ഉള്ളൂ. ഇപ്പം ലഹരി ഉപയോഗിക്കണ മകനാണെന്നുണ്ടെങ്കിൽ 1-2 തവണ പറഞ്ഞു നോക്കുക. പിന്നെ പെരുമാറ്റമോ കാര്യങ്ങളൊക്കെ പ്രശ്നമാവണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കേസ് കൊടുക്കണം. മകനാ നോക്കരുത്, കേസ് കൊടുക്കണം, അകത്തിടാൻ പറയണം, പല ശുശ്രൂഷ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറയണം. ഇവിടെ പല പാരൻസും അത് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മകനല്ലേ മകളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാ. അല്ല, ഞാൻ ഈ പർട്ടിക്കുലർ വിഷയം വെച്ചിട്ടല്ല പറയുന്നത്, സംസാരിക്കുമ്പോൾ എല്ലാം കൂടി പറഞ്ഞു പോണതാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. മിഹീർ അഹമ്മദിൻ്റെ കാര്യം പറയണമെങ്കിൽ ആ പയ്യന് നീതി കിട്ടട്ടെ. എന്താണെങ്കിലും അന്വേഷണം നമുക്ക് നിയമം ഒന്നും അറിയില്ല, ഇതിൻ്റെ തെളിവുകളും പരിപാടിയും അറിയില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവം സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചു. വായിച്ചപ്പോൾ സങ്കടം തോന്നി, ഇങ്ങനെയൊന്നും സംഭവിക്കരുത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി, സംസാരിച്ചു. ഇത് കേസായി ആവട്ടെ, അന്വേഷണങ്ങൾ നടക്കട്ടെ, എന്താണോ ഉണ്ടായെന്നുള്ളത് അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത്തരത്തിലുള്ള ബ്രൂട്ടാലിറ്റി നടന്നിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി കൊടുക്കണം. തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടെങ്കിൽ നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കണം കൃത്യമായിട്ട്. ഇനി ഹാപ്പൻ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇന്ന കേസിൽ മാത്രമല്ല, സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരണം. ഇനി തടയാൻ പറ്റണം. അത് ഏത് രീതിയിൽ, അത് നമ്മുടെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയോ ഇത് കണ്ടുകൊണ്ടിരിക്കണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയോ അല്ല. സ്കൂള് കോളേജ് അവരുടെ മാനേജ്മെൻറ്റ്, ഏത് സ്കൂളോ കോളേജോ ആയിക്കോട്ടെ, അവരുടെ മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിള്ളേരോട് പഠിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവരുടെ തോന്നിയാസങ്ങൾ അത് കൃത്യമായി നിരീക്ഷിക്കണം. പാവം പിടിച്ച പിള്ളേരോട് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പാവം എന്ന് പറയുന്നത് ഞാൻ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പേരിലല്ല. പാവം പിള്ളേരുണ്ടാവുമല്ലോ, ആർക്കും ഒരു ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവനവൻ്റെ പാടം നോക്കി പോകുന്ന പിള്ളേരും ഈ പറഞ്ഞ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കാൻ വേണ്ടി വരുന്നത്. അവരുടെ സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ, ഏത് കൊമ്പത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും. മക്കളേനെ സ്കൂളിലും കോളേജിലും പഠിക്കാൻ വിടുന്നത് ഈ കണ്ട നായിൻ്റെ മക്കളുടെ അടി വാങ്ങാൻ വേണ്ടിയിട്ടും ഉപദ്രവം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടും കണ്ട കക്കൂസ് നക്കാൻ വേണ്ടിയിട്ടും അല്ല. കാശ് കൊടുത്തിട്ടേ മക്കളെ പഠിക്കാൻ വേണ്ടി, സ്നേഹം കൊണ്ട് പഠിക്കാൻ വേണ്ടി വിടുന്നത് പഠിക്കാനും വലിയ നിലയിലെത്താൻ വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഊമ്പിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോവും. ഐ എം സോറി ഫോർ യൂസിങ് വേർഡ്സ്.